ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വെള്ളത്തിലേക്ക് വാരി തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതിനെ നമ്മൾ ഞാറപ്പഴം, ഞാവൽപ്പഴം അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒരാളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇത് വെച്ചിട്ട് ഇവൾ എന്താ കാണിക്കാൻ പോകുന്നതെന്നല്ലേ? അതൊക്കെ ഉണ്ട് കേട്ടോ. കറിയും കാര്യങ്ങളൊന്നും നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ നോക്കുന്നത് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒക്കെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ കളർ പർപ്പിൾ ആണെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ബ്ലാക്ക് കളറായിട്ടുണ്ടേ. നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ അത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. നമ്മളിതിങ്ങനെ കഴിച്ച് ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു ചെറിയൊരു കയ്പ്പുണ്ടേ. ഞാനൊരു സാധനം കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ? ഇത് കപ്പൂസിൻ്റെ പരിപാടിയാണ്. ബീറ്റ ഫിഷാണ്. ഇത് മെയിൽ ഫിഷ്. ഇനി ഞാൻ ഇത് ഒന്നിനൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിനിടെ വലിയ വാലും കാലും ഒക്കെ ഉണ്ടേ. കാലും അത് ഞാനൊന്ന് തള്ളിയതാണ് കേട്ടോ. അപ്പോൾ കാലില്ലാത്ത വാല് മാത്രമുള്ള നമ്മുടെ ബീറ്റ ഫിഷ് അതിൻ്റെ ഫീമെയിലാണ് കേട്ടോ ഇത്. ഇതിനെക്കാട്ടി കാണാൻ ഭംഗിയ മെയിലാണേ. അപ്പം ഇനി നമ്മൾ കാര്യത്തിലോട്ട് പോകാം. ഇത് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ നീട്ടി കൊണ്ടുപോവാണ് കേട്ടോ. നമുക്ക് ഈ ഞാറപ്പഴങ്ങളുണ്ടല്ലോ, ഇതിനെ വാരിയോ പറക്കിയോ മൊത്തത്തിൽ അങ്ങ് തള്ളിയിട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ടിഫിൻ ബോക്സിലോ ഏതെങ്കിലും ഒരു ബോട്ടിലോ എന്ത് വേണമല്ലോ ഇട്ട് ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ ഞാൻ ഗ്ലാസ് ഉപയോഗിച്ചെന്നറിയാമോ കാണാമേ. എൻ്റെ കയ്യിൽ ഗ്ലാസ് ബോട്ടിൽ എവിടെയോ ഉണ്ട്. ഇനി കണ്ടൊക്കെ പിടിക്കാൻ പാടാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ ഒരു കപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിലോട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ ഈ കളർ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഇച്ചിരി ഉപ്പ് ഇതെല്ലാം ഇടുവാണേ. ഇട്ടിട്ട് നമ്മളിത് മിക്സ് ചെയ്യും. ഇതിന് അടപ്പൊന്നുമില്ല കേട്ടോ ഗ്ലാസ്സിന്. ഇതൊരു കപ്പല്ലേ. അപ്പോൾ അപ്പൂസിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് ഞാനങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ അപ്പൂസിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് ഞാനങ്ങ് പൊക്കിയെന്ന് പറയാം. ഇതിന് നല്ലതുപോലെ ഷേക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ കുലുക്കി സർബത്തൊക്കെ പോലെ തലങ്ങും വിലങ്ങും ഇതൊരു ഡാൻസായി മാറിയേക്കാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടത്തിന് കുലുക്കുക. നല്ല പോലെ ഇത് കുലുക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് തുറന്നു നോക്കാവേ. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് കേട്ടോ. ആ കുലുക്കത്തിൽ അത്ര ശക്തി ഇല്ലാത്തതുകൊണ്ട് അത്ര കുലുങ്ങിയില്ലെന്ന് തോന്നിയോ. വീണ്ടും കുലുക്കുവാണ് കേട്ടോ. തലങ്ങും വിലങ്ങും ഒക്കെ കുലുക്കുവാണ്. ഞാനാണോ ബോട്ടിലാണോ കുലുങ്ങുന്നത് എനിക്കറിയാൻ മേല. ബോട്ടിലാ കപ്പാണോ കുലുങ്ങുന്നത് എനിക്കറിയാൻ മേല. എന്തായാലും നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. പൊളി സാധനമാണ്. ഈ ഞാറപ്പഴം അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു കയർപ്പുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കുലുക്കി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. തള്ളുന്നതൊന്നുമല്ല കേട്ടോ. ശരിക്കും എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയണേ. ഞാൻ പറയാൻ മറന്നു, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സാധാ ഞാറപ്പഴത്തിന് ചെറിയ കുരുവാണ് കേട്ടോ. ഇതിൻ്റെ മാംസം കുറവും കുരു കൂടുതലുമാണെന്ന് തോന്നുന്നു. എന്തായാലും ടേസ്റ്റ് അപാരം. ഇത് ഞാൻ വേറെ ആർക്കും കൊടുക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണേ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അങ്ങനെ എടുത്ത് ചുമ്മാ കഴിക്കില്ലേ, അതിനെക്കാട്ടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ നല്ലപോലെ കുലുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് സോഫ്റ്റായിട്ട് ഈ ഉപ്പും മുളക് പൊടിയും അതിൻ്റെ ആ ഒരു മധുരം എല്ലാം കൂടെ അങ്ങ് മിക്സ് ആകുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി സാധനം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.